ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? സ്നേഹപ്രകടനം അല്ല, ഇവിടെ ഗുസ്തി ഗുസ്തി ഇതാ ഗുസ്തി. എന്റെ ലാസ്റ്റ് രണ്ടാളും തമ്മിൽ രാവിലെ ഗുസ്തി എന്നാ പറഞ്ഞു. വ്യക്തം പറഞ്ഞ സ്നേഹപ്രകടനാണ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെയല്ലേ പ്രിയ? ഇന്ന് രാവിലെ തന്നെയാണ്. അപ്പൊ മേതൂട്ടി ഇന്ന് സ്കൂളിൽ വിട്ടിട്ട് ഒക്കെ ചെറിയൊരു പനിയുണ്ട്. നല്ലോണമെന്നല്ല, ചെറുതായിട്ട് കാവക്കെട്ടിന്റെ എല്ലാം അന്നാ തോന്നുന്നു. അപ്പൊ മണിക്കൂട്ടിന് സ്കൂളിൽ പോണോ? ഇതാ യൂണിഫോം എല്ലാം ഇട്ട് റെഡി ആയിട്ട് നിന്നു. മണിക്കൂട്ട് മേതു പോന്നില്ല എന്ന് പറഞ്ഞാണ് മണിക്കൂട്ട് തൊട്ട് നോക്കിയത് മേതുവിനാ. പക്ഷെ എന്റെ കയ്യിൽ എന്തെല്ലോ സാധനങ്ങളാ. അത്രയൊന്നുമില്ല, ചെറിയ ചൂടുണ്ട്. ചെറിയൊരു പനിയുണ്ട്. ഇന്നൊരു കയ്യായിട്ടുണ്ട് ചെറുതായിട്ട്. എന്താന്ന് വെച്ചാൽ മേതോട്ടി ഇന്നലെ എന്തോ തണുത്തതായിട്ട് കഴിച്ചിരുമോ? തണുത്ത വെള്ളം കുടിച്ചിന് തോന്നു അല്ലേ? കണ്ടോ ചോറ് വന്നിട്ട് അതാണ് ഒരു കവക്കെട്ടിന്റെയും എന്നാണ് കാലിന്. ഞാൻ ഇങ്ങനെ ആക്കി. അയ്യോ മുറിഞ്ഞിട്ടുണ്ടാ? അതല്ല എന്റെ കാര്യം നല്ല സാധനം ആവണമെങ്കിൽ ഇങ്ങനെ ആക്കണം. തോല് വരച്ച് കാല് വെളുപ്പിക്കുന്നു തോന്നുന്നു. നല്ല സാധനമാണെങ്കിൽ തോല് വരച്ച് വേദന എടുക്കുകയില്ലേ? നല്ല സാധനം കളിച്ചിട്ടാ നിങ്ങൾക്ക്. അതെന്നാ മേതൂട്ടി? ബാർബീന്റെ ചീർപ്പ്. കഴിഞ്ഞ ദിവസോള് പിന്നെ നമ്മള് ഇവിടെ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിനി. അന്നേരം മേടിച്ചതാണ് ബാർബി. നോക്കിയ ചീർപ്പുണ്ട്. അതിനെ കൊണ്ട് ഇപ്പൊ മുടി വരുന്നു. ഇപ്പൊ ഇല്ല, അതൊന്നും പറഞ്ഞ് രണ്ടാമത് ചൊടിയാവെന്ന് പറഞ്ഞിട്ട് നിൽക്കുള്ളൂ. മണിക്കൂറിന് എക്സാം ആയിന്ന്. എല്ലാരും അനുഗ്രഹം. ഈ ചോട്ടന്റെ അനുഗ്രഹം തലക്ക് ഇങ്ങനെ കൈതോട് ജയിച്ചു. ആ പഠിച്ചെങ്കിലല്ല അനുഗ്രഹം മാത്രം കിട്ടിയത്. ഞാൻ പഠിച്ചിനി. അമ്മ എന്റെ മാത്സ് ഇംഗ്ലീഷും പഠിപ്പിച്ച് ഓർമ്മയിണ്ടാ? ഞാൻ സത്യം പറയേ, ഞാൻ മാത്സ് ഇംഗ്ലീഷ് എടുത്ത് വെച്ചു എന്നിട്ട് ഇവൻ മറിക്കും. ഇതെനക്കറിയാം ഫുള്ള് മറിക്കുന്നത് ഓനറിയാം. പിന്നെന്താ അറിയാ കാര്യം, ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻ ഇടുമ്പോ ഇവൻ എന്നോട് പറയും ഈ ക്വസ്റ്റ്യൻ വരില്ല, ഇത് പണ്ടേ വരലില്ല, ഇത് വരികയില്ല. ആ ബുക്ക് മൊത്തം മറിക്കുന്നതോറും ഒരു ക്വസ്റ്റ്യൻ ഇവന് വരുന്നതില്ല. എല്ലാം ഇവനെന്നെ തീരുമാനിച്ചു. ഡിസ്ക്രിപ്ഷൻ വരും, കോൺവെർസേഷൻ വരും, റീഡില് വരും, പിന്നെ ആഡ് മോർ ലൈൻസ്. 20 മാർക്കും അങ്ങനെ. ഓനെ പോവാനായി എനിക്കിടെ ഇരുന്നാ മതി. ഹലോ ഗൈസ്, ടാറ്റാ ബൈ ബൈ. അച്ഛാ ടാറ്റാ ബൈ ബൈ. എന്നെ അച്ഛന്റെ വാർന്ന് കൊടുത്തോ? ഞാൻ വരാൻ തരാം. ഇത് കഴിഞ്ഞ പാട് മേതുട്ടി വിഷമായി നോക്കിയ പണിക്കൂട്ടം മുടി വരാൻ ബാഹിരല്ല. അത് മേതുട്ടി മേതുവാവേ അമ്മ വരാൻ കൊടുക്കും. മണിക്കൂട്ടൻ ഓടിപ്പോയിട്ടാ. ആ ഒരേ ഓട്ടം. ഇത്രയും നേരം ഇവിടെ നിന്ന് ഇനി വണ്ടി അവിടെ നിർത്തി ഓണടി വെക്കുമ്പോ എന്റെ ഓട്ടം. മേതൂട്ടി ഏട്ടൻ പോയി. ഇന്നെന്താ പരിപാടി? മുടി വരാൻ കിട്ടാത്തതിന്റെ സങ്കടം. ഇവിടെ അമ്മേന്റെ അച്ഛന്റെ എല്ലാം മുടി ഉണ്ട്. ഇത് എന്റെ ആകെ അത്രയും മുടിയില്ല. ഇതെടുത്ത് വാർന്നില്ല, മുടിയും കൂടെ ഊരിപ്പോവും. എന്റെ മുടി പറ്റൂല. അച്ഛനും ഇഷ്ടം പോലെ മുടിയിട്ട് അച്ഛന്റെ എടുത്തോ. നിന്റെ മുടി തന്നെ നീ വാർന്നു. അല്ല ശരിക്കും ഇത് ബാർബിന്റെ മുടി വാരാനല്ലേ ചീർപ്പ് കിട്ടീനി. ബാർബി കൊടുത്തു. ബാർബിന്റെ മുടി വാർന്നു കൊടുക്ക്.
ഇല്ല ഇത് മനുഷ്യന്മാരൊക്കെ വേണ്ടിയാണ്. അപ്പോൾ മണിക്കൂട്ടം അങ്ങനെ പോയി. ഇനിയിപ്പം നമ്മളെ പരിപാടികളെല്ലാം തുടങ്ങണം അത്രേ. സത്യം പറഞ്ഞാൽ വലിയൊരു പണി ഇനിയിപ്പം മടക്കി വെക്കാനുണ്ട്. കുറേ സാധനങ്ങൾ അടുക്കി പറക്കി വെക്കാനുണ്ട്. ഇത് ഓരോരു ഭാഗത്ത് ഓരോരോ സാധനം. ഒരു ചീർപ്പ് വരുത്തണമെങ്കിൽ ഇല്ലെല്ലാം വലിച്ചിട്ടിട്ട് വേണം പരുത്താൻ. ഇതുവരെ ആയിട്ട് സമയം കിട്ടിയിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഏതായാലും ഇപ്പം മുകളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട്. അതെ, അപ്പൊ പിന്നെ രാവിലെ അത് തുടങ്ങാന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പ്രിയ എല്ലാം അടക്കി പറക്കി വെക്കുമായിരുന്നു. അടക്കി പറക്കി വെക്കല് ഓരോരാളത് ഓരോരോ സെക്ഷനായിട്ട് വെക്കല്. ഒരാളതാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ. നല്ല സന്തോഷം എന്നല്ലേ പോവാത്തോണ്ട്. അതെ അതെ, നല്ല സന്തോഷം. എല്ലാം അങ്ങനെയാ. ഒരു തുണി വിരിച്ചിട്ട് അതിൽ ഇട്ട് വെച്ചു. ഇനിയിപ്പം ഓരോരാളത്ത് വെച്ചതിന് ശേഷം പിന്നെ കൊണ്ടുപോവാച്ചിട്ട് അതാടി ഇട്ടു. അത്രക്ക് തുണികളാണ്. അമ്മമാര് പോയി നിന്ന് അല്ലേ? രണ്ടുപേരും ഇന്ന് പോയി. ഇന്നലെ പിന്നെ ഞായറാഴ്ചയാണ് ലീവ്. ഇന്നിപ്പോ രണ്ടാളും രാവിലെ പോയി. ശ്രീനാട്ടിനെ കൊണ്ട് എടുപ്പിക്കും ഞാൻ. ഞാനിങ്ങനെ ക്യാമറ എടുത്ത് തരുവല്ലോ. ഏതുട്ടി ഇന്ന് നീ സ്കൂളിൽ പോയിട്ടില്ലല്ലോ? അമ്മേനെ സഹായിക്കാൻ വേണ്ടിട്ടാ. നല്ല ഇട വന്ന് ഇങ്ങനെ ഇരിക്കുമല്ലോ. ഉണ്ട് പോയിട്ട് അമ്മേനെ സഹായിക്കും. അതല്ല, എന്താണ് നിലത്ത് തണുപ്പുണ്ട്, അതുകൊണ്ട് ഈ സോഫയിൽ ഇരിക്കുന്നതാണ്. അല്ലാണ്ട് വേറെ ഒന്നിനുമില്ല. ഒരു പുതപ്പ് എടുത്തേ. ഇപ്പൊ ഡിസംബർ ആയില്ലേ? ഇപ്പൊ നമുക്ക് നല്ല തണുപ്പുണ്ട്. ഒന്നാമത് ഒരു നമ്മള് കണ്ടത്തിന്റെ സൈഡ് ആയത് കൊണ്ട് തന്നെ നല്ല തണുപ്പ് അത്യാവശ്യം ഉണ്ടല്ലോ പ്രിയ. എന്താണ് ഇങ്ങനെ ഒരു വിഷമം പിടിച്ച പോലും? അത് കാച്ചാക്കുന്നുണ്ട്. ഞാൻ അച്ഛനാക്കി തരട്ടെ. കയ്യാണിച്ചേ, അച്ഛൻ്റെ കയ്യാണി തണുപ്പില്ലേ? അതുപോലെ എനിക്കും തണുപ്പുണ്ട്. തണുപ്പുണ്ട്. അങ്ങനെ അമ്മയും മോളും ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയെ കാണുന്നു നമ്മള്. അതെ അല്ലേ? വേഗം പോയി. തിരക്കൊന്നും ഉണ്ടായില്ല. ഞാൻ ടോക്കൺ ഉണ്ടാവൂലേ മോന്ന്. പക്ഷെ ഒപ്പിയെല്ലാം ഉണ്ടായിനി. 12 മണി കഴിഞ്ഞിട്ടാ പോയതല്ലേ? നല്ലോണം വൈകിട്ടാ പോയിന്. 12 മണി കഴിഞ്ഞിട്ടാ പോയിനി. അവിടെ എത്തുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല. സാധാ പനി തന്നെ. പനീന്റെ മരുന്ന് കൊടുത്തിനി. ഹോർലിക്സ് പപ്സ് കഴിച്ചതോള്. ഇതെല്ലാം കഴിക്കാൻ വേണ്ടിട്ടാ പോയത്. മരുന്ന് മേടിച്ചിട്ടും ഇല്ല. മരുന്ന് ഇടിയില്ല. മരുന്ന് തന്നെ. പനീന്റെ പാരസെറ്റമോള് കൊടുത്താൽ മതി എന്നാ പറഞ്ഞേ. ഓക്കൊരു ചുറ്റലായി. നോട്ട് പനി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഒന്നല്ലേ? പോകുമ്പോ മരുന്ന് കൊടുത്തത്. അപ്പൊ ഒരു ജെയിംസ് മുട്ടായെല്ലാം കഴിക്കുമ്പോഴേക്ക് ആള് ഉഷാറായി. ഒന്ന് ചിരിച്ചേ, ഉഷാറായിനാ? അപ്പൊ ഇന്ന് കുറച്ച് വൈകിട്ട് നമുക്ക് ടോക്കൺ കിട്ടൂലെന്ന് വിചാരിച്ചു അല്ലേ? 12 മണി വരെ ഉണ്ടല്ലോ. പക്ഷെ എനിക്കൊന്നും ഇപ്പൊ സമയം മാറ്റിനോന്ന് അറിയില്ല. 2 മണി വരെ ആമോ? 2 മണി വരെ ആക്കിയിട്ടുണ്ടാ അമ്മോ? അങ്ങനെ എന്തോ ആയിരിക്കും. വന്നാല് പണിയെടുക്കുന്നുണ്ടാവുന്ന ആൾക്കാര് വന്ന പിന്നെ വണ്ടി ഈ നമ്മുടെ ഈ കുഞ്ഞിറക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എല്ലാം എക്സ്പേർട്ടില്ലവരിക്കേ പറ്റും. പ്രിയ ഒരുവിധം കഷ്ടപ്പെട്ടിട്ട് ഇറക്കി ചെയ്തല്ലോ. ഇല്ല നീ നിന്നോട് കൈയോട് വെച്ച ചായ കുടിക്കുന്ന പറഞ്ഞു. എന്ത് മനുഷ്യനെ നിങ്ങൾ ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുത്തിട്ടാ? നീ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഉച്ചയായി ഇപ്പൊ. അപ്പൊ നമ്മളെ അളിയൻ പണിയെടുക്കുന്നുണ്ട്. അളിയന് ചായ വെച്ച് കൊടുക്കലല്ലേ? അളിയൻ 11 മണിയാകുമ്പോ വന്നത്. 15 ചായ കുടിച്ചിട്ടാ വന്നിന്. ഇപ്പൊ എത്രയിലായിട്ട്? 1 മണിയല്ലായിട്ട് 2 മണിക്കൂർ ആയിട്ടില്ല. എന്നാലോ വെച്ച് നോക്കാം. ഇനി ചോറ് വേണമെന്ന് പറയാ. എന്തുണ്ട് ഡോക്ടർ എന്നാ പറഞ്ഞേ? ഡോക്ടർ എന്നാ പറഞ്ഞു പറയാ? ഡോക്ടർ പറഞ്ഞു ആ മരുന്ന് തന്നെ കുടിച്ചാൽ മതി. പനിയുണ്ടാവുമ്പോ കുടിച്ചാൽ മതി അല്ലേ? നമുക്ക് അളിയൻ്റെ അടുത്ത് പോലെ റോഷിയാപ്പൻ്റെ അടുത്ത് അളിയൻ പണിയെടുക്കുകയാണല്ലോ.
ക്യാമറ ആണ് പൊളിക്കുന്നത് പ്രിയ അളിയ. ഞാൻ ഇന്നലെ അതേ പറ്റി പറയാൻ വേണ്ടിയുള്ള വീഡിയോ നോക്കി നോക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതാ ഉള്ളത്. ലാസ്റ്റ് എടുത്ത് വീട് വാടക വീട് വാങ്ങാൻ നോക്കുന്നത് അതാ കണ്ടത്. ഞാൻ ലാസ്റ്റ് ബ്ലോഗ് എടുത്ത് നോക്കി. അപ്പൊ അതില് നമ്മള് വാടക വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിയതാണ് കണ്ടത്. അതെ, ആഷിഫ് ഭായിനെ കാണിക്കാം. അടുത്ത വ്ളോഗിൽ ആഷിഫ് ഭായി ഉണ്ടാവും. പക്ഷേ ആഷിഫ് ഭായിനെ കാണിക്കുന്നത്. ആഷിഫ് ഭായി കേട്ടാ ഹായ് പറഞ്ഞു. ആഷിഫ് ഭായി ഹായ് എന്ന് പറഞ്ഞല്ലായിരിക്കും. ഹായ് അളിയൻ കൊമ്പത്താണ്. മേതൂട്ടി ഇതാ മരുന്നെല്ലാം കഴിച്ച് അടക്കിടക്കലായി. പനിയെല്ലാം കുറച്ചൊന്ന് കുളിത്തിട്ടുണ്ട് ഇപ്പേ. മേതു പനി ശരിയായ മേതു? ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പപ്സും പിന്നെ ഹോർലിക്സും കുടിച്ചതിൻ്റെ പിന്നെ ഓളെ പനി മാറി. മരുന്ന് കുടിച്ചിട്ടല്ല, ആ പോയതിൻ്റെ പിന്നെ ഓളെ പനി കുറച്ച് ശരിയായി. അപ്പോൾ ഇനിയിപ്പം വൈകുന്നേരത്തെ പണിയെല്ലാം ഉണ്ട് അത്രേ. നമ്മളെ അമ്മമാരിൽ ഇപ്പം എത്തും. മണിക്കൂട്ടിനും സ്കൂളിൽ പോയിട്ട് എത്തും. 2 ദിവസം കൂടി ഉണ്ട് എക്സാം. അത് കഴിഞ്ഞാൽ പിന്നെ വെക്കേഷനായി. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.